നമസ്കാരം. മീഡിയ സെന്റർ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടിക്കിടെ മന്ത്രി കെ.എൻ. ബാലഗോപാലിന് നേരെ പ്രതിഷേധം. മൂന്നിടത്ത് മന്ത്രിക്കെതിരെ കരിങ്കൊടി. കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് മന്ത്രിയാണെന്ന് കരുതി ഡെപ്യൂട്ടി സ്പീക്കറെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി. പെൺകുട്ടികളെ വശീകരിച്ച് പണം തട്ടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. പരവൂർ നെടുങ്കോലം സ്വദേശി വിഷ്ണു എന്ന് വിളിക്കുന്ന സതീഷാണ് അറസ്റ്റിലായത്. നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പോലീസ്. പ്രത്യാശ പദ്ധതി സാന്ത്വനമാകുന്നു. രണ്ടുപേരെ കണ്ടെത്തി സ്വന്തം നാട്ടിലേക്ക് തിരികെ അയച്ചു. കൊയിലോൺ പൂർ ഹോമിൽ നിന്നുമാണ് രണ്ടുപേരെ സ്വന്തം ദേശത്തേക്ക് തിരികെ അയച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടിക്കിടെ മന്ത്രി കെ.എൻ. ബാലഗോപാലിന് നേരെ പ്രതിഷേധം. മൂന്നിടത്താണ് മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകരാണ് കനത്ത സുരക്ഷയ്ക്കിടയിലും മന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് മന്ത്രിയാണെന്ന് കരുതി ഡെപ്യൂട്ടി സ്പീക്കറെ കരിങ്കൊടി കാട്ടി. കനത്ത സുരക്ഷയിലാണ് മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ഔദ്യോഗിക പരിപാടി നടന്നത്. മൂന്നിടത്തായിരുന്നു കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ 8 ഇടത്തായിരുന്നു മന്ത്രിയുടെ പരിപാടി. നെല്ലിക്കുന്നത്ത് മന്ത്രിയുടെ വാഹനത്തിനെ കരിങ്കൊടി കാട്ടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജരായി നിന്നിരുന്നു. എന്നാൽ മന്ത്രി എന്ന് കരുതി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ വാഹനത്തിലാണ് കരിങ്കൊടി കാട്ടിയത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അജു ജോർജ്, നിഷാദ്, ജയകൃഷ്ണൻ, ജിബിൻ കൊച്ചരിയകത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസ് പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് മാറ്റി. ഇതിന് പിന്നാലെ മന്ത്രി കെ.എൻ. ബാലഗോപാൽ അതുവഴി കടന്നുപോയി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഉച്ചയ്ക്ക് ബി.ജെ.പി. പ്രവർത്തകർ മന്ത്രിക്ക് കരിങ്കൊടി കാട്ടി. മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര, ജനറൽ സെക്രട്ടറി അരുൺ കാടാംകുളം, വൈസ് പ്രസിഡന്റ് പ്രസാദ് പള്ളിക്കൽ, കൗൺസിലർ ഗിരീഷ് കുമാർ, ബൂത്ത് പ്രസിഡന്റ് സാംബശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂളിൽ സ്നേഹവിരുന്നും കലാപരിപാടികളും നടത്തി. പഞ്ചായത്തിലെ 1995-96 ബാച്ച് SSLC കൂട്ടുകാരുടെ സംഘടനയായ പുനർജനിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ആനന്ദവും ആവേശവും പകർന്നാണ് ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂളിൽ സ്നേഹവിരുന്നും കലാപരിപാടികളും നടത്തിയത്. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ SSLC 1995-96 ബാച്ച് പഠിതാക്കളുടെ കൂട്ടായ്മയായ പുനർജനിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു പകൽ എന്ന പേരിലാണ് സ്നേഹവിരുന്ന് ഒരുക്കിയത്. കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും പുനർജനിയുടെ കൂട്ടുകാർ ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് നവോന്മേഷം പകർന്നു നൽകി. വല്യേട്ടന്മാർക്കും ചേച്ചിമാർക്കുമൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചും പാട്ടുപാടിയും കൂട്ടുകാർ തങ്ങളുടെ ഒരു ദിവസം ആഘോഷത്തിമിർപ്പിൽ ആറാടിച്ചു. ചടങ്ങുകൾക്ക് പുനർജനി കൂട്ടവും ബഡ് സ്കൂൾ അധികൃതരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പെൺകുട്ടികളെ വശീകരിച്ച് പണം തട്ടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. പരവൂർ നെടുങ്കോലം സ്വദേശി വിഷ്ണു എന്ന് വിളിക്കുന്ന സതീഷാണ് അറസ്റ്റിലായത്. കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് പണം തട്ടിയെടുത്തതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു. പരവൂർ നെടുങ്ങോലം ഒഴുകുപാറ സതീഷ് ഭവനിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന സതീഷാണ് ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായത്. കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടി പ്രതി ഓടിക്കുന്ന ബസ്സിലെ സ്ഥിരം യാത്ര ചെയ്തു വരവെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും 3 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലാണ് പ്രതിയെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും പണം തട്ടിയതായും പ്രതി പോലീസിനോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. ചാത്തന്നൂർ SHO ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. കുന്നത്തൂർ അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം നടത്തി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ജേതാവിനെയും ദേശീയ സംസ്ഥാന സ്കൂൾ പ്രതിഭകളെയുമാണ് അനുമോദിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു.
കുന്നത്തൂർ നെടിയവിള അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം നടത്തി. ഇതോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാര ജേതാവ് ആദിത്യ സുരേഷിനെയും ദേശീയ സംസ്ഥാന സ്കൂൾ പ്രതിഭകളെയും അനുമോദിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് മിടുക്കനായി പഠിക്കാൻ ആദ്യത്തിന് കഴിയുന്നുണ്ട്. പഠിക്കുക മാത്രമല്ല, നല്ലതുപോലെ കവിത ആലപിക്കും. മലയാളം, തമിഴ്, ഹിന്ദി ഏതു ഭാഷയിൽ വേണമെങ്കിലും അദ്ദേഹം നല്ലതുപോലെ പാടും. അങ്ങനെ പാട്ടിലൂടെയും സംഗീതത്തിലൂടെയും പഠനത്തിലൂടെയും എല്ലാവർക്കും മോഡലായി മാറാൻ, മാതൃകയായി മാറാൻ ആദിത്യന് കഴിഞ്ഞിരിക്കുകയാണ്. ആദിത്യനെ എടുത്തുകൊണ്ട് വരുന്നത്, സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ആദിത്യന്റെ മാതാവാണ് രഞ്ജിനി. രഞ്ജിനിയും പഠിക്കുന്നുണ്ട്, മകനും പഠിക്കുന്നുണ്ട് ഒരേ സമയം. രഞ്ജിനി നല്ല ഒരു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ പാട്ട് കേട്ടാണ് പഠിക്കുന്നത്. പഠനവും കേട്ട് പഠിക്കുന്നു, പാട്ടും കേട്ട് പഠിക്കുന്നു. പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സിലബസ് എല്ലാം കേട്ട് പഠിക്കുന്നു, പാട്ടും കേട്ട് പഠിക്കുന്നു. ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, മനസ്സിൽ അത് പൂർണ്ണമായും പതിഞ്ഞിരിക്കും. അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയാണ് ആദിത്യ സുരേഷ് തന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ ആ സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന്, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ഇതോടനുബന്ധിച്ച് SPC സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകളും NSS റെഡ് ക്രോസ് വോളണ്ടിയേഴ്സും ലിറ്റിൽ കൈറ്റ്സും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു. PS രാജശേഖരൻപിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ S ലേഖ സ്വാഗതം പറഞ്ഞു. D ഷാജിമോൻ, S ഷെരീഫ്, V ശങ്കരൻപുറ്റി, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, K വത്സലകുമാരി, ബിനീഷ് കടമ്പനാട്, ശ്രീലേഖ, S പ്രഭാകുമാരി, K ഹരികുമാർ, ദീപ്തി സുഭാഷ്, V അജിത് കുമാർ, പ്രസന്നൻ കുരുമ്പോലിൽ, G പ്രസീത, V രാജു, PS സുജാകുമാരി, SE ശ്രീകുമാർ, TR സാബുകുമാർ, PR ഗോപികൃഷ്ണൻ, B ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രത്യാശ പദ്ധതിയുടെ ഭാഗമായി 2 പേരെ ജന്മനാട്ടിലേക്ക് തിരികെ അയച്ചു. പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിലാണ് കൊയിലോൺ പോർ ഹോമിലെ 2 അന്തേവാസികളെ നാട്ടിലേക്ക് തിരികെ അയച്ചത്. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രത്യാശ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിലാണ് കൊയിലോൺ പോർ ഹോമിലെ 2 അന്തേവാസികളെ സ്വദേശം കണ്ടെത്തി നാട്ടിലേക്ക് തിരികെ അയച്ചത്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി വെങ്കടാചലം, കർണാടക ഗുൽബർഗ് സ്വദേശി ചന്ദ്രകാന്ത് കല്യാണി ഗൽവാർ, ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ സ്വദേശിനി ചിട്ടിബൊമ്മ ജാൻസി ലക്ഷ്മി എന്നിവരെയാണ് കണ്ടെത്തിയത്. ഇതിൽ വെങ്കടാചലത്തിന്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. അദ്ദേഹത്തിന്റെ മകൾക്ക് ഇപ്പോൾ 23 വയസ്സുണ്ട്. 12 വർഷം മുമ്പാണ് ചന്ദ്രകാന്തിനെ കാണാതായത്. ചിട്ടിബൊമ്മ ജാൻസി ലക്ഷ്മിയെ 9 വർഷം മുമ്പായിരുന്നു കാണാതായത്. ഇതിൽ വെങ്കടാചലത്തെയും ചന്ദ്രകാന്തിനെയും ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ വിട്ടയച്ചു. തിരുപ്പൂർ സ്വദേശി വെങ്കടാചലം, ഗുൽബർഗ് സ്വദേശി ചന്ദ്രകാന്ത് കല്യാണി എന്നിവർ 2015 ഫെബ്രുവരി 3-നും 2017 മെയ് 7-നുമാണ് അഞ്ചാലുമൂട് ശക്തികുളങ്ങര പോലീസ് പൂർ ഹോമിൽ എത്തിക്കുന്നത്. ഇതുവരെ 14 പേരെ പ്രത്യാശാ പദ്ധതി പ്രകാരം അവരുടെ ജന്മദേശങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൽ കൊയിലോൺ പൂർ ഹോമിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ സജീവ് സോമൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ 2 പേര് 7-5 വർഷമായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ താമസിച്ചവർ വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യാശ എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ വഴിവെക്കുകയും ഗാന്ധിഭവൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിൻസെന്റ് ഡാനിയൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുൻ ജയിൽ DIG B പ്രദീപ, പൂർ ഹോം മാനേജിംഗ് കമ്മിറ്റി അംഗം സുരേഷ് ബാബു, നെടുമ്പന സ്നേഹാലയം ഗാന്ധിഭവൻ PRO ഷിബു റാവുത്തർ, പ്രത്യാശ പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ അജീഷ് എന്നിവർ പങ്കെടുത്തു. പൂർ ഹോം സൂപ്രണ്ട് വത്സലൻ സ്വാഗതവും ഹണിമോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ധർണ നടത്തി. INTUC കായംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് INTUC കായംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ഇതിന് മുന്നോടിയായി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും നടത്തി. റീജിയണൽ പ്രസിഡന്റ് C സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് S രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. T സൈനുലാബുദ്ദീൻ, PC റിഞ്ചി, R ഭദ്രൻ, P സനൂജ്, വിജയകുമാർ, വൈഹാരി, സാബു, ഭാസി കാനാമുറി, മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പകലന്തിയോളം കൂട്ടിമുട്ടിക്കുന്നതിന്, ദൈനംദിന ജീവിതത്തിൽ കൂട്ടിമുട്ടിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയ
വലിയ ലക്ഷോപലക്ഷം വരുന്ന തൊഴിലാളികളാണല്ലോ ഏത് മേഖലയിലും അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് തൊഴിലാളികൾ. തൊഴിലാളികളില്ലാത്ത ഒരു സംവിധാനം ഏത് യന്ത്രവൽകൃത സമൂഹത്തിലും അതിന് പറ്റിയ തൊഴിലാളിയും കൂടി ഉണ്ടെങ്കിലേ ആ യന്ത്രം പ്രവർത്തിക്കൂ. അല്ലാതെ യന്ത്രം തനിയായിരുന്നു പ്രവർത്തിക്കുന്ന ചരിത്രമില്ല. ഇന്നല്ല ഇനി നാളെ എന്തെല്ലാം ഇൻവെൻഷൻസ്, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ടായാൽ പോലും ഒരുപക്ഷേ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കാൻ ഒരുപക്ഷേ യന്ത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതൊഴിച്ചാൽ അപ്പോഴും മനുഷ്യന്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കാൻ കഴിയൂ. അവിടെയാണ് തൊഴിലാളികളുടെ പ്രസക്തി. അപ്പം അത്തരം തൊഴിലാളികൾ INTUC ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അതാത് സ്ഥലത്ത് റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഈ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റേതായാലും കേരള ഗവൺമെന്റിന്റേതായാലും അവതരിപ്പിച്ചിരിക്കുന്ന ഈ 2 ബഡ്ജറ്റുകളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃത്യമായി വരുമാനമുള്ള തൊഴിലാളികളെയാണ്. ഒരുപക്ഷെ ദൈനംദിന ജോലിക്ക് പോകുന്നവർ ചെറിയ ഒരു ന്യൂനപക്ഷത്തിന് ചിലപ്പോൾ തൂമ്പ എടുത്ത് കളച്ചിട്ട് 1500 രൂപ എന്ന് പറഞ്ഞ് ചിലപ്പോൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടാവും. പക്ഷേ വ്യവസ്ഥാപിതമായ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് ട്രേഡ് യൂണിയന് വിധേയമായി തൊഴിലുടമയും അതുപോലെ തന്നെ തൊഴിലാളികളും തമ്മിൽ ഉണ്ടാക്കിയേക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത് കോടിക്കണക്കിന് വരും ഇന്ത്യയിൽ. ആ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ബഡ്ജറ്റും അവരെ കൊണ്ട് ചെയ്യാവുന്ന, അതായത് പിന്നിൽ നിന്ന് കുത്തുക എന്നല്ലത് പിന്നിലും മുന്നിൽ നിന്നും കുത്തിയിരിക്കുന്നു എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 8 ഉത്സവം നടന്നു. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 8 ഉത്സവം നടന്നു. 8 ഉത്സവത്തിന്റെ ഭാഗമായി മൂലസ്ഥാന കലാസമിതി അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നൃത്തനൃത്യങ്ങൾ ഉൾപ്പെടെ നടന്നു. മണപ്പള്ളി ഭുവനേശ്വരി തിരുവാതിര സമിതി അവതരിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി. ദ്വാരകാപതി കലാട്രൂപ്പ് കുതിരപ്പന്തി അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, തിരുവാതിര, നൃത്തനൃത്യങ്ങൾ, ഗാനാലാപനം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടിക്കിടെ മന്ത്രി KN ബാലഗോപാലിന് നേരെ പ്രതിഷേധം. 3 മന്ത്രിക്കെതിരെ കരിങ്കൊടി. കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് മന്ത്രിയാണെന്ന് കരുതി ഡെപ്യൂട്ടി സ്പീക്കറെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി. പെൺകുട്ടികളെ വശീകരിച്ച് പണം തട്ടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. പരവൂർ നെടുങ്കോലം സ്വദേശി വിഷ്ണു എന്ന് വിളിക്കുന്ന സതീഷാണ് അറസ്റ്റിലായത്. നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പോലീസ്. പ്രത്യാശ പദ്ധതി സാന്ത്വനമാകുന്നു. 2 പേരെ കണ്ടെത്തി സ്വന്തം നാട്ടിലേക്ക് തിരികെ അയച്ചു. കൊയിലോൺ പൂർ ഹോമിൽ നിന്നുമാണ് 2 പേരെ സ്വന്തം ദേശത്തേക്ക് തിരികെ അയച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ പ്രധാന സംഭവങ്ങളുമായി മധ്യാഹ്ന വാർത്തകൾ. ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവർക്കെതിരായുള്ള കയ്യേറ്റത്തിനും കൊലപാതക ശ്രമത്തിനും ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രാദേശിക വാർത്തകൾ കൃത്യമായി. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക്.